ജി എസ് ടി നിയമത്തിലെ റെൻ്റൽ പേയ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ബിൽഡിംഗ് ഓണർ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 18% ജി എസ് ടി ആണ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെൻറ്റിന് മേൽ ചാർജ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ബിൽഡിംഗ് റെൻറ്റിനെടുത്തിരിക്കുന്ന ആൾ രജിസ്ട്രേഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ജി എസ് ടി അടയ്ക്കാനും ബാധ്യസ്ഥനാണ്. ഇനി നിങ്ങളുടെ ബിൽഡിംഗ് റെൻറ്റിനെടുത്തിരിക്കുന്നത് ഒരു ട്രസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് റിലീജിയസോ ചാരിറ്റബിളോ ആകാം. റിലീജിയസ് ചാരിറ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളി, അമ്പലം, മോസ്ക് ഒക്കെയാണ് കവറാകുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ റെൻറ്റിന് എടുത്തിരിക്കുന്നതെങ്കിൽ ജി എസ് ടി നിയമം അനുസരിച്ച് 10,000 രൂപ താഴെയുള്ള റെൻറ്റുകൾക്ക് ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ ബിൽഡിംഗ് ഓണർ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. 2, ഈ പറയുന്ന ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന റിലീജിയസ് പ്ലേസിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അതായത് അവിടുന്ന് വിട്ടുമാറി കുറേ വേറെ സ്ഥലത്താണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ജി എസ് ടി എക്സെപ്ഷൻ കിട്ടത്തില്ല.